ഇന്നലെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ മുഖ്യ പരിശീലകനായിട്ട് ഡേവിഡ് കെറ്റാല എന്ന് പറയുന്ന സ്പാനിഷ് പരിശീലകനെ നിയമിച്ചിട്ടുണ്ടായിരുന്നത്. അതിനെ തുടർന്ന് തന്നെ ഒരുപാട് വിമർശനങ്ങൾ മാനേജ്മെൻറ്റ് ഇതിനോടകം തന്നെ നേരിട്ടിട്ടുണ്ട്. ഇദ്ദേഹത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ 44 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പരിശീലകനാണ് ഇദ്ദേഹം. സ്പെയിനിലാണ് തൻ്റെ കരിയറിൻ്റെ ഒരു ഭൂരിഭാഗം ആസ് എ ഫുട്ബോളർ ആയിട്ട് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ എസ്പാന്യോൾ പോലെയുള്ള സ്പെയിനിലെ വലിയ വലിയ ക്ലബ്ബുകൾക്കും വേണ്ടി ഇദ്ദേഹം കളിച്ചിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. ഇദ്ദേഹം സെൻറ്റർ ബാക്ക് ആയിരുന്നു. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ മാനേജർ പ്രൊഫൈൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 4ഓളം ടീമുകളെ ഇദ്ദേഹം പരിശീലിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ 4ഓളം ടീമിൽ പോലും അദ്ദേഹം ഒരു 7 മാസത്തിൽ കൂടുതൽ നിന്നിട്ടില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ എല്ലാ ടീമും സാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നതാണ്, അതായത് പുറത്താക്കിയിട്ടുണ്ടായിരുന്നു എന്നതാണ്. ഇദ്ദേഹത്തിന് നിലവിൽ ഒരു ടീം ആസ് എ മാനേജർ എന്ന നിലയിൽ ഒരു കിരീടം പോലും നേടുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എങ്കിൽ പോലും ഇദ്ദേഹം ഒരു സ്പാനിഷ് പരിശീലകനാണ് എന്നതാണ് ഏറ്റവും നമ്മളെ ഉയർത്തി കാട്ടുന്ന ഒരു വിഷയം. ISL നേട്ടങ്ങൾ കൊയ്ത പ്രധാനപ്പെട്ട പരിശീലകന്മാരുടെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ മുൻപന്തിയിലുള്ളത് സ്പാനിഷ് പരിശീലകന്മാരാണ്. ഏറ്റവും ഉദാഹരണം നോക്കുകയാണെങ്കിൽ സെർജിയോ ലോബേറ, അന്റോണിയോ ലോപ്പസ് ഹവാസ്, മനോലോ മാർക്കസ്, ഇതിനേറെ പറയുന്നു. ഈ ഒരു സീസണിൽ മോഹൻ ബഗാനെ ചാമ്പ്യന്മാരാക്കിയിട്ടുണ്ടായിരുന്ന ജോസെ മൊലീന വരെ സ്പാനിഷ് പരിശീലകന്മാരാണ്. അതിനാൽ തന്നെ ഈ ഒരു ബ്ലാസ്റ്റേഴ്സ് ടീമിന് ഒരു സ്പാനിഷ് പരിശീലകന് നല്ലൊരു നേട്ടങ്ങൾ അദ്ദേഹം കൊയ്തു തരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം ISL ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ആയിട്ടുള്ളത് സ്പാനിഷ് തന്ത്രങ്ങളാണ്. ഇത്രയും നാൾ സ്പെയിനിലെ ഒരുപാട് ടീമുകൾക്ക് വേണ്ടി കളിക്കുകയും സ്പെയിനിലെ ടീമുകളെ പരിശീലിപ്പിക്കുകയൊക്കെ ചെയ്തതിനാൽ തന്നെ ഇദ്ദേഹത്തെ ടീമിലേക്ക് എത്തിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു ഗുണമാവുക തന്നെ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കുറേയധികം ട്രോളുകൾ ഇദ്ദേഹത്തിനെതിരെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. കപ്പില്ലാത്ത ടീമിന് കപ്പില്ലാത്ത പരിശീലകനൊക്കെ എന്ന് പറഞ്ഞ് ഒരുപാട് ട്രോളുകൾ വന്നിട്ടുണ്ട്. എങ്കിൽ പോലും ഇദ്ദേഹത്തിന് കൃത്യമായ ഒരു സമയം കൊടുത്തു കഴിഞ്ഞാൽ പ്രതീക്ഷ വെക്കാവുന്ന ഒരു പരിശീലകൻ തന്നെയാണ് ഇദ്ദേഹം എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്.